കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ വ്ളോഗായിട്ട് ചെയ്യുന്നത് യൂട്യൂബിൽ. കുറേ നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ നേരെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പെങ്ങൾക്ക്. അപ്പോൾ അത് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. പിന്നെ രാവിലെ തന്നെ ഒരു റൈഡ് ഉണ്ട്, പെങ്ങളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്നാക്കണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവർക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാര്യം റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത്. നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ നമ്മൾ ഷോറൂമിലേക്കാണ് പോകാൻ പോണേ. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ടാണ് കുറേ നാളായിട്ട് ബ്ലോഗുകളൊക്കെ ചെയ്യാൻ, ഇപ്പോഴാണ് കുറേ നാളായിട്ട് ചെയ്യുന്നത്. നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. എല്ലാവരും എടുക്കണുണ്ടല്ലോ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേന്ന് അറിയാം പക്ഷെ ഇതായിട്ട് വരും. പക്ഷെ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സയിലാണ് നമുക്ക് ഇൻ്റർവ്യൂ. അപ്പോൾ ജീന പോകണ്ട് നോക്കാൻ നമുക്ക്. ഞാനും ജസ്റ്റ് വെറുതെ കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാര്യമൊന്നുമില്ല, വെറുതെ നോക്കാൻ നമുക്ക് എന്താവും എന്നുള്ളത്. ഗൈസ്, ഒരു പണി കിട്ടി. അപ്പം ഞങ്ങളിവിടെ വന്നിരുന്നപ്പോൾ അവിടുത്തെ AM-ഉം ആരൊക്കെയോ മാനേജേഴ്സൊക്കെ എന്തോ മീറ്റിങ്ങിലാണ്, GM ഒക്കെ എന്തോ മീറ്റിങ്ങിലാണ്. അപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് അടുത്താണ്, വീട്ടിലേക്ക് പോയിട്ട് വരാനുള്ള ദൂരമുള്ളൂ. ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ പിന്നെയും തിരിച്ച് വീട്ടിൽ പോകണം, എന്നിട്ട് പിന്നെയും തിരിച്ച് ഇവിടേക്ക് വരണം 12 മണിയാകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ് ഗൈസ്. പിന്നെ വീടെത്തി ഒരു 12 മണിയാകുമ്പോൾ പിന്നെയും പോകണം. ഓ ഡാർക്കാണ് ഗൈസ്. ഞങ്ങൾ വീടെത്തി, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. പിന്നെ നമ്മൾ നെക്സയിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നെക്സയിലേക്ക് പോവാണ്. വന്നൊരു 10 മിനിറ്റ് ആയില്ല. അപ്പോഴത്തേ അവർ പിന്നെ വിളിച്ചു. ഞാൻ അവളോട് പറഞ്ഞാണ് അവിടെ ഇരിക്കുകയാണ്. അവള് പറഞ്ഞു വേണ്ട, നമുക്ക് പോവാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞങ്ങളിതാ പോവേണ്ട, പിന്നെ നെക്സയിലേക്ക് നോക്കാം. അങ്ങനെ പിന്നെ ഇവിടെ തന്നെ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പുള്ളി GM ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി കാണാൻ പറ്റുമോ നോക്കാം നമുക്ക്. അപ്പം നിങ്ങളത് വരുന്നു പറയാം. നാളെ വീട്ടിൽ കുറേ സമയമായിട്ട് ഇതുവരെയായിട്ടൊന്നും കാണാനില്ല. ഇൻ്റർവ്യൂവിലാന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് ചോദിക്കുന്നത് പുള്ളിക്കാരിക്ക്. കാറും ഇതിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അറിയില്ല എന്തായി. അപ്പം ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. 1 മണിയായില്ലേ, എന്തൊരു സമയമായില്ലേ. കുറേ സമയം നിന്നു, എന്നാലും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം.